28, 29, 30. തോണിയുണ്ട് ജോസഫേട്ടാ, പണി വല്ലോണ്ടേ പറ. പുറംകടലിൽ ഒരു കപ്പൽ വന്നിട്ടുണ്ട്. ഒരാൾ വന്നിരുന്നു. സിഗരറ്റും വിസ്കിയും ഒരു പാക്കറ്റ് സിസർ. നീ സന്ധിക്കുവാ. ഒരു 15 രൂപ. 20 രൂപ നേരത്തെ പറ്റുന്നുണ്ട്. ഇത് ആ തിരുവില് KLE 54, 55 ഒരു കറുത്ത അംബാസഡർ കാർ ഉണ്ട്. അതിൽ കൊണ്ടുപോയി. അതിനാളെ വേറെ വിളിക്കണം. കരയ്ക്ക് എത്തിച്ചപ്പോ നമ്മുടെ കരാർ തീർന്നു ജോസഫേട്ടാ. നിനക്ക് വലിയ പവറായി പോയില്ലേ? ഞാൻ നോക്കിക്കോളാം. ബാക്കി കാശെടുത്ത് നീ നാളെ കടയിലോട്ട് വാ. എനിക്കിപ്പോ വേണം. എടുക്ക് ജോസഫേട്ടാ. നിനക്ക് എന്നെ അത്ര വിശ്വാസക്കുറവോ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഏത് നേരത്തെ ജോസഫേട്ടനകത്താണെന്ന് അറിഞ്ഞൂടാ. അപ്പൊ നേരത്തെ കണക്ക് തീർത്ത ബേജാറിലല്ലോ രണ്ടു കൂട്ടർക്കും. എന്നാ തീർന്നല്ലോ. അസുഖമൊന്നുമില്ല ഇപ്പൊ? ആർക്കാ അസുഖം? അത് കുറച്ച് മേക്കടച്ചിലുണ്ടായി. വേറെ എന്താ അസുഖം? എവിടെ മാഷ്ക്ക് പണി? അല്ല, ഒരു ട്രാവൽ ആൻഡ് ഹംസ, സൂപ്പർ ട്രാവൽസ് ആണ് ഹംസ. പരിചയം ഉണ്ടാവില്ലല്ലേ? ഈ ഭാഗത്താണ്. അറിയില്ലല്ലോ. ഒന്നുമില്ല, പുള്ളിക്കാരനൊന്ന് കാണാൻ വന്ന. അപ്പോ നാട് ഇവിടെ അല്ല? അല്ല, മടക്കഞ്ചല്ല. അല്ല മാഷെ, കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, ഞാനെന്തെങ്കിലും? ഒന്നും വേണ്ട. ഒരു മദാമൻ സായിപ്പ് റൗണ്ട് എടുത്തു. സായിപ്പ് തന്നെയാണ് തോന്നിയ മുഴുവൻ. വെച്ചോ, ഇവെല്ലാം കഴിച്ച് വീട്ടിലിരുന്നു. എനിക്ക് പണിയുണ്ട്. ഞാനും വരാൻ കരുണേട്ടാ. വേണ്ട, പുലിവാലിന് വല്ല റേഡുകാരും വന്ന് നീ അകത്താവണ്ട. കരുണേനുള്ളപ്പോ എനിക്കെന്തിനാ പേടി? ഞാൻ വരാം. പോടാ, ഈ പ്രായത്തിലെ നീ ഒരു നോട്ടപ്പുള്ളി ആവണ്ട. പോ. തോണി വരില്ലേ? എനിക്ക് അക്കരയ്ക്ക് പോണം. ഇത് അക്കരയ്ക്ക് പോവോ? ഇല്ല, ആ തോണി വിളിച്ചോ. അയാൾ വിളിച്ചാ വരണില്ല. അപ്പുറത്തെ ചെട്ടി പോയാലേ ബോട്ടുണ്ടാവും 25 പൈസക്ക്. 1 ഉറുപ്പ്യ കുറഞ്ഞ് തോണിക്കാര് പോവില്ല. തുരുത്തിലാണ് എനിക്ക് ഇറങ്ങേണ്ടത്. ബോട്ടിന് പോയാ പിന്നെ ഒരുപാട് നടക്കണം. ഈ തോണി പോവില്ല. കേറ്.
ഞാൻ ഏതായാലും വഴിക്ക് പോകേണ്ടതാ. ഏത് വീട്ടിലെയാ? ഞാൻ വൈക്കത്തുനിന്ന് വന്നതാ. ഒപ്പം പഠിച്ചൊരു കുട്ടിയുടെ അഡ്രസ് ഉണ്ടായിരുന്നു. ആ കമ്പനിയിൽ ഒരു ജോലി കിട്ടുമെന്ന് ആ കുട്ടിയെ അന്വേഷിച്ച് ചെന്നപ്പം കോഴിക്കോട്ടേക്ക് മാറ്റായിപ്പോയത്രേ. വെറുതെ കുറെ അലച്ചില്. വലിയ ഉപകാരം.